ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടി ഇവിടെ ഒരു പ്രശ്നം പോലെ? മുറിക്കുള്ളിൽ അച്ഛനമ്മയും കാണുന്നില്ല. ഓ അത്രേ ഉള്ളൂ. പോയി. അച്ഛനും അമ്മ ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടാ പോയി? വന്ദനെ, മുറിയിൽ അച്ഛനമ്മയും കാണാനില്ല. കാണാനില്ലെന്നോ? അതെ ജഗ, അവരെ അവിടെ ഒന്നും കാണുന്നില്ല. അല്ല, അവരെവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ എല്ലായിടവും നോക്കി. ഇനി വല്ല ക്ഷേത്രത്തിലും പോയിട്ടുണ്ടാവും. അതിന് സാധ്യതയില്ല വന്ദനെ. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അമ്മ വീട്ടിലെ പൂജാമുറിയിലെ വിളക്ക് തെളിക്കാറുണ്ടല്ലോ. ഇന്ന് വിളക്ക് തെളിയിച്ചിട്ടില്ല. വിളക്ക് തെളിയിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ പൂജാമുറി പോയി നോക്കി. ഇന്നലെ കൊളുത്തിയ തിരി കരിന്തിരിയെ കിടപ്പുണ്ട്. വിഗ്രഹത്തിലിട്ട മാലയും വാടിക്കരിഞ്ഞ അവസ്ഥയില. പത്രക്കാരൻ എറിഞ്ഞ പത്രം അതേപടി പുറത്ത് കിടപ്പുണ്ട്. അച്ഛൻ ഇന്ന് പത്രം എടുത്ത് വായിച്ചിട്ടില്ല. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. അച്ഛനും അമ്മയും വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ചിന്തിക്കില്ല ചേച്ചി. അവരിവിടെ എവിടെയെങ്കിലും കാണും. നമുക്കവരെ കണ്ടുപിടിക്കാം. ചേച്ചി അവരെ ഫോണിൽ വിളിച്ചു നോക്കിയോ? അമ്മ അച്ഛനെയും മുറിയിലും പരിസരത്തൊന്നും കാണാതെ വന്നപ്പോ ഞാൻ 2 നമ്പറിലേക്ക് മാറി മാറി വിളിച്ചു നോക്കിയതാ. രണ്ടാളും ഫോൺ എടുക്കുന്നില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ? സ്വിച്ച് ഓഫാ. ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കാം. വന്ദനെ, ടെൻഷൻ അടിക്കണ്ട. അവരെവിടെയും പോയിട്ടുണ്ടാവില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് പോയൊന്ന് നോക്കാം. അച്ഛാ, അമ്മേ, 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 അച്ഛാ, അമ്മേ, അമ്മേ, അച്ഛാ, അമ്മേ, അച്ഛച്ചാ, അച്ഛമ്മേ, ഇവരിതെവിടെ പോയി? അച്ഛച്ചാ, അച്ഛമ്മേ. എന്നാലും ഈ അച്ഛച്ചനും അച്ഛമ്മ എവിടെ പോയി? അച്ഛച്ചാ, അച്ഛാ, അമ്മേ. അച്ഛാ, അമ്മേ, അമ്മേ, അച്ഛാ, അച്ഛച്ചാ, അച്ഛമ്മേ.
ഞാൻ പറഞ്ഞില്ലേ വന്ദനൻ, അമ്മ അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. എന്താടി ഇവിടെ ഒരു പ്രശ്നം പോലെ? മുറിക്കുള്ളിൽ അച്ഛനമ്മയും കാണുന്നില്ല. ആ, ഓ, അത്രേ ഉള്ളോ? അവരേതെങ്കിലും അമ്പലത്തിൽ പോയതായിരിക്കുന്നേ. ചില ദിവസങ്ങളിൽ 7:30 വെളുപ്പിന് എഴുന്നേറ്റ് അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, നിർമ്മാല്യം തൊഴാൻ. പോകുന്ന കാര്യം ആരോടും മുൻകൂട്ടി പറയുന്ന പതിവൊന്നുമില്ലല്ലോ. അങ്ങനെ എവിടെയെങ്കിലും പോയതായിരിക്കുന്നേ. സംശയം വേണ്ട. അങ്ങനെ ക്ഷേത്രത്തിൽ പോയതാണെങ്കിൽ പൂജാമുറി പരിശോധിച്ചതിന് ശേഷം സൂചിച്ച് പറയട്ടെ. വാ. ഏട്ടത്തി എന്തു പറയുന്നു? സുചിത്രയടുത്ത് പറഞ്ഞത് ശരിയാ. ഇന്ന് അമ്മ പൂജാമുറിയിൽ കയറിയിട്ടില്ല. ഒന്നും മനസ്സിലായില്ല അല്ലേ? വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാതെ അമ്മ ക്ഷേത്രത്തിൽ പോകാറില്ല. ഇന്നത് ചെയ്തിട്ടില്ല. അതിനർത്ഥം അവര് പോയത് ക്ഷേത്രത്തിലേക്കല്ല എന്നല്ലേ? ഇനി അച്ഛന്റെ ദിനചര്യ കൂടി ഒന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. വാ. അമ്മയും അച്ഛനും പിരിയണം. ചുമന്നതിന്റെ കഥ ആ അമ്മ പറയാൻ തുടങ്ങിയ ഈ ഭൂമി പിളർന്ന് അകത്ത് പോവും നിങ്ങള്. സ്വന്തം ലാഭത്തിന് വേണ്ടി അച്ഛനും അമ്മയും അറവുമാടിനെ പോലെ വിൽക്കുന്ന നിങ്ങളുടെ പാവത്തിന്റെ പങ്ക് പറ്റാൻ ഇനി ഞാനില്ല. ഇനി നിങ്ങളോട് തീ മുറിയിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. പത്രക്കാരൻ 4 മടക്കി എറിഞ്ഞ രൂപത്തിലാണ് പത്രം കിടന്നത്. മാനത്തെ കൊട്ടാരം